അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? അതാ ഇതേ 20 ആണ് ഇവിടേക്കും വരിക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ എയിലുള്ള 20 മീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ. നമ്മൾ കൂടുതലും പസിൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പസിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കറിയാലോ 6 മീറ്റേഴ്സ് ആണ് രണ്ടും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ O ആൻഡ് S ആയിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമ്മുടെ ഡയഗ്രാമിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ എന്ന് പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ബാങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ IBPS RRB ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ ആയിട്ട് നിങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ടൈമർ വെച്ചിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ എന്ന് പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം. സോ IBPS RRB ക്ലർക്ക് എക്സാമിനേഷൻ പ്രിലിംസിലെ, അതായത് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിലെ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അധികവും ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് പസിൽസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ അല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പസിൽസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പസിൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പസിൽസ് സോൾവ് ചെയ്യണം. പക്ഷേ പസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഡയഗ്രാം വെച്ചിട്ട് തന്നെ നമുക്ക് 4-5 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ ബാങ്കിങ് എക്സാംസിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പസിലിൽ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഒരു 4 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പക്ഷേ അത്രയും എടുത്തിട്ടില്ല. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു ഐഡിയ തരുന്നതിന് വേണ്ടിയിട്ട് 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്കിതൊന്ന് വായിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു പോയിന്റ് E is 30 meter east of point B, point G is 40 meter north of point E, K is 20 meter east of point G, point M is 60 meter south of point K, point P is 40 meter west of point M, point L is 20 meter north of point B. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റഫ് പേപ്പറിൽ റഫ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അറിയാം എക്സാം ഒക്കെയാണ്, ചിലപ്പം ഭയങ്കര കൺഫ്യൂഷനോ നെർവസ്നെസ്സോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു റഫ് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക. ഇത് നമ്മുടെ റെഫറൻസ് ഡയഗ്രാമാണ്. നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ്റെ ടെൻഷൻ കൊണ്ട് മാറിപ്പോവാതിരിക്കാൻ, ഈസ്റ്റും വെസ്റ്റും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പൊടിക്കൈയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടൈം സ്റ്റാർട്ട്സ് നൗ. E is 30 meter east of point B. ഇതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ഇവിടേക്ക് 30 meter ഈസ്റ്റ് ഓഫ് പോയിന്റ് B ഇവിടേക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി G എന്ന് പറയുന്നത് Eയുടെ 40 meter നോർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് Gനെ വീണ്ടും 40 meter ആയിട്ട് വെക്കാം. K is 20 meter to the east, അപ്പോൾ നമുക്ക് ഇവിടെ Kനെ വെക്കാം. 20 meter വന്നിട്ടുണ്ട്. നെക്സ്റ്റ് M is 60 meter to the south, അപ്പോൾ 40 + 20 ഇവിടെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 40 meter to the west എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുത്തെ 20 ഇവിടുത്തെ 20 കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ Pനെ വെക്കാം. L is 20 meter to the north. സോ ഇവിടുത്തെ 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടേക്കും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പോയിന്റ് L വരെ. സോ നമ്മൾ 40 സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത്. 40 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 40 സെക്കൻഡ് എക്സ്പ്ലനേഷനും കൂടി വരുന്നത് കൊണ്ടാണ്. നിങ്ങൾ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും സമയം എടുക്കേണ്ടി വരില്ല. 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടാം. സോ മാക്സിമം നിങ്ങൾ ഈ 4 ക്വസ്റ്റ്യൻസും കൂടി സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 1 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, സോ 4 ക്വസ്റ്റ്യൻസ് 1 മിനിറ്റിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാക്സിമം 15 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാവർക്കും നമ്മളിപ്പം ചെയ്ത അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് പോയിന്റ് വി ഈസ് 20 മീറ്റർ ടു ദി ഈസ്റ്റ് ഓഫ് പോയിന്റ് എസ് ആൻഡ് എസ് ഇസ് 20 മീറ്റർ ടു ദി നോർത്ത് ഓഫ് പോയിന്റ് എൽ. അപ്പോൾ രണ്ട് പുതിയ പോയിന്റ്സ് വരികയാണ്. ഇവിടെ 20 മീറ്റർ ലെസ് വന്നു. ഇനി വി എന്ന് പറയുന്നത് ഇതിൻ്റെ 20 മീറ്റർ ഈസ്റ്റിലേക്ക്. അപ്പോൾ ഈ 20 ആണ് ഇങ്ങോട്ട് പോകുന്നത്, ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് വി. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ എന്ന് പറയുന്ന പോയിന്റ് ചെയ്തായിരുന്നു നമ്മൾ ആദ്യം ഇയിൽ നിന്നാണ്, അല്ല ഈ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? ഇതേ 20 ആണ് ഇവിടേക്കും വരിക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ എയിലുള്ള 20 മീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ, പിന്നെ വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ അഡീഷണലായിട്ട് വന്ന കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം വീണ്ടും, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ബി ആൻഡ് എൽ? സോ ബിയും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വീണ്ടും നമ്മുടെ ഡയഗ്രാമിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരണം അല്ലേ. സോ ഇവിടെ നമുക്ക് എല്ല് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ല്. വേറെ കളർ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ബിയും ഇവിടെ എല്ലും ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പായിട്ട് വരുന്നത് എത്രയായിരിക്കും? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. 30യും 20 പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ 10 ആണ് വരുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള 10 മീറ്റർ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് തന്നെയുള്ള അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Z is 20 meter to the north of point M. Okay, then point what is the distance between E and Z? ഇതാണ് അടുത്ത ചോദ്യം. സോ ഇവിടെ വീണ്ടും ഒരു പുതിയ പോയിന്റ് വരികയാണ്. സോ നമ്മൾ പോയിന്റ് എം ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എത്ര മീറ്റർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ? 20 മീറ്റർ നോർത്തായിട്ട് Z വരികയാണെങ്കിൽ ഇയും സെഡും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്നാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ് കിട്ടുക? ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടേക്ക് 20 മീറ്റർ ആണ്, നമുക്ക് ഇവിടെ 30 ആണ് വന്നിരിക്കുന്നത് അല്ലേ. സോ 20 മീറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് Z വരും. അപ്പോൾ ഇയും സെഡും തമ്മിലുള്ള ഗ്യാപ്പ് ഇത്രയായിരിക്കും അല്ലേ. സോ ഇത് ഓൾറെഡി നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? ഇത് ഈ വാല്യൂ എന്ന് പറയുന്നത് തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് വെച്ചിട്ട് വാല്യൂ എത്രയാണ് കിട്ടുക? ഇവിടെ 20യും ഇവിടേക്കും വാല്യൂ അങ്ങനെ തന്നെ വരും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കപ്പോൾ ഇവിടേക്ക് വരുന്ന ഏതായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് നമ്മുടെ ഓപ്ഷൻ നമ്പർ എയിലുള്ള വീണ്ടും 20 മീറ്റർ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ക്ലിയർ ആയാലോ എല്ലാവർക്കും? ഇയും സെഡും തമ്മിലുള്ള ഗ്യാപ്പ് ഇതേ 20 മീറ്റർ തന്നെയായിരിക്കും വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒറ്റ ഡയഗ്രാമിൽ നിന്നും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. സാധാരണ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഡയഗ്രാം വരയ്ക്കാൻ എടുത്ത സമയം 40 സെക്കൻഡ്, ബാക്കി ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാൻ കൂടെ നമുക്ക് എടുക്കുന്ന സമയം 1 മിനിറ്റ് ആണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഈസിലി 1 മിനിറ്റിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. അടുത്ത ചോദ്യം വീണ്ടും ഇതേപോലെ തന്നെ ഒരു പസിൽ ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ഈ പസിലിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡയഗ്രാമും ചെറുതായിരിക്കും, നമ്പർ ഓഫ് പോയിന്റ്സ് കുറവായിരിക്കും. IBPS RRB അസിസ്റ്റന്റ് എക്സാം പ്രിലിംസ് 2020 പ്രിലിംസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. ആദ്യം ചോദ്യം വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ടൈമർ ഇട്ട് ഡയഗ്രാം വരച്ചു നോക്കാം. ഓക്കെ, S is 15 meter to the north of point P, R is 19 meter to the east of point S, Q is 13 meter to the east of point R, north of point R, P is 25 meter west of point Q, and O is 13 meter to the south of point P. So നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം നമ്മുടെ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. സോ ഞാൻ വീണ്ടും ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. എസ് ടിയുടെ എത്രയാണ്? 15 മീറ്റർ നോർത്താണ്. നെക്സ്റ്റ് ദിസ് ഇസ് 19 മീറ്റർ ഈസ്റ്റ് ആണ്. ഇതിവിടെ 6 വരുന്നു. വീണ്ടും നമുക്കിവിടെ 13 മീറ്റർ നോർത്തിൽ ഇവിടെ Q വന്നിട്ടുണ്ട്, 13 ആണ്. 25 മീറ്റർ, ഇപ്പോൾ ഇവിടെ 19, അതിനുശേഷം വീണ്ടും 6. സോ 25 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് അടുത്ത ലെറ്റർ ഇവിടെ P വരും. നെക്സ്റ്റ് O is 13 മീറ്റർ. സോ ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ ടൈം ഡൺ ആയി. 25 സെക്കൻഡ്സിലാണ് നമ്മളിപ്പം ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? 25 സെക്കൻഡ് കൊണ്ട് ഡയഗ്രാം വരച്ചു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സോൾവ് ചെയ്യാൻ എത്ര സമയം എടുക്കും? കൂടി വന്ന 5 സെക്കൻഡ് വായിച്ച് ജസ്റ്റ് ചെയ്യണമെങ്കിൽ. എന്നാൽ നമുക്കൊരു 35 സെക്കൻഡിനുള്ളിൽ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡയഗ്രാം നമ്മൾ പെട്ടെന്ന് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ആക്ച്വൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നമ്മുടെ ചോദ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഒ ആൻഡ് എസ്, ഇതാണ് ചോദ്യം അല്ലേ. ഇത് നമുക്ക് ഒ ആണെന്നറിയാം, ഇത് 13 നേരത്തെ കണ്ടല്ലോ. സോ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, അതിൻ്റെ വാല്യൂ ഏതായിരുന്നു, എസ് ആയിരുന്നു. രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, 19. 25 - 19 ഇവിടെ 6 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും, നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് രണ്ടും തമ്മിൽ വന്നിരിക്കുന്ന ഷോർട്ടസ്റ്റ് അത് തന്നെയല്ലേ, ഒ ആൻഡ് എസ് വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ ആൻസർ ഇവിടേക്ക് 6 മീറ്റേഴ്സ് ആണ് രണ്ടും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് എസ് ആയിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമ്മുടെ ഡയഗ്രാമിൽ നേരത്തെ ഡയഗ്രാമിനെ വെച്ച് നോക്കുമ്പം അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് 6 മീറ്റർ ആണ് വേണ്ടത്, പക്ഷേ നമ്മുടെ ഓപ്ഷൻസിൽ എവിടെ 6 ഒന്നും വന്നിട്ടില്ല അല്ലേ. സോ അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ ഇയിലുള്ള നൺ ഓഫ് ദീസ് ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൽ നിന്ന് തന്നെയുള്ള അടുത്ത ചോദ്യം, വിച്ച് ഡയറക്ഷൻ ഇസ് പോയിന്റ് ടി വിത്ത് റെസ്പെക്ട് ടു ക്യൂ. ക്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ടി എവിടെയാണ് എന്നാണ് ചോദ്യം. സോ നമ്മുടെ ക്യൂ ഇതാ ഇവിടെയാണ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടി എവിടെയാണ് നിൽക്കുന്നത്, ഇത് നമ്മുടെ വെസ്റ്റും ഇത് നമ്മുടെ സൗത്തും ആണ് അല്ലേ. സോ നമ്മുടെ ആൻസർ സൗത്ത് വെസ്റ്റ് ആണ്, ഓപ്ഷൻ നമ്പർ സിയിലുള്ള സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒരു പസിൽ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ പസിലും നേരത്തെ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്തതുപോലെ തന്നെ RRB PO പ്രിലിംസ് എക്സാം 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന പസിലാണ്. അപ്പോൾ ഈ പസിലും കുറച്ച് വലിയ പസിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. സോ ഒരു 4 ക്വസ്റ്റ്യനാണ് ആക്ച്വലി എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത്, പക്ഷേ നമ്മളിപ്പം അത്രയും എടുക്കുന്നില്ല, ആകെ 3 ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പസിലും അതേപോലെ തന്നെ ടൈമർ ഇട്ട് നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, B is 7 meter to the south of point A. ടൈം സ്റ്റാർട്ട്സ് നൗ. സോ ഫസ്റ്റ് ഇവിടെ A തന്നിട്ടുണ്ട്, ഇവിടെ 7 meter B വരും. നെക്സ്റ്റ് C is 10 meter to the east, C ഇവിടേക്ക് വരും. അതിന് D is 5 meter to the south, അപ്പോൾ ഇവിടേക്ക് നമുക്ക് D വരും. നെക്സ്റ്റ് Dനെ വേണം നമുക്ക് എടുക്കാൻ അല്ലേ. E is 6 meter to the east of point D, അപ്പോൾ ഇവിടെ നമുക്ക് 6 meter E വന്നിട്ടുണ്ട്. നെക്സ്റ്റ് E is south of point F എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെവിടെയാണ് നമുക്കറിയില്ല. നെക്സ്റ്റ് E ആൻഡ് F 10 meter ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഓൾറെഡി 5 തന്നിട്ടുണ്ട്, വീണ്ടും മുകളിലേക്കും കൂടെ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ F വരും. നെക്സ്റ്റ് F is 4 meter to the west of point G, ഇവിടെ G വന്നിട്ടുണ്ട്. ഇത് മുകളിലേക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, സ്റ്റിൽ H ഇതാ നമുക്ക് ഏകദേശം ഇവിടേക്ക് വരും. സോ നമ്മൾ സോൾവ് ചെയ്തു. വീണ്ടും ഏകദേശം 42 സെക്കൻഡ്സിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രാമും വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. സോ അതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 5 സെക്കൻഡൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും 1 മിനിറ്റിൽ വീണ്ടും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ H is with respect to D. സോ ഫസ്റ്റ് തന്നിരിക്കുന്നത് H ഡിയിൽ നിന്നും എവിടെയാണ്, ഇതാണ് D, ഇതാണ് H അല്ലേ. ഇത് ഏത് ഡയറക്ഷനാണ്, നമ്മളിതാ ഇവിടെ കണ്ടിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. സോ നോർത്ത് ഈസ്റ്റ് ഓപ്ഷൻ നമ്പർ A, അതാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം, 4 of the following are alike and they form a group. Which of the following does not belong to the group എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ CF FH ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ Cയും Fഉം തന്നിട്ടുണ്ട്, മുകളിലേക്കാണ്, Fഉം Hഉം മുകളിലേക്കാണ്. അപ്പം രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇനി BC BF ആണ്. സോ BC ഒരുപോലെയാണ്, BF ഒക്കെ സെയിം ആണ്. അപ്പോൾ BC മാത്രം ഇൻ ലൈൻ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ നമ്പർ D ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, X is the midpoint of EF, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് C. സോ ഇത് നമുക്ക് 5ഉം 5 ആണെന്നറിയാം. ഇവിടെ X ആണെങ്കിൽ Xഉം Cയും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, ഇവിടെ വന്നിരിക്കുന്ന 6 തന്നെ ഇങ്ങോട്ടും വരും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ നമ്പർ ഇയിലുള്ള 6 മീറ്റർ ആണ് ശരിയുത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കൂടുതലും പസിൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പസിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കറിയാലോ 4 ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ 4 ക്വസ്റ്റ്യൻ നമുക്ക് ഒരു മിനിറ്റിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 20 സെക്കൻഡാണ് നമുക്ക് ആക്ച്വലി പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ IBPS RRBയുടെ സ്പെഷ്യൽ ബാച്ച് ഓൾറെഡി എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻട്രിയുടെ ഫ്രീ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം
1 crore യൂസർ ഡൗൺലോഡ്സ് ആണ് നമ്മുടെ ആപ്പിനുള്ളത്. എങ്ങനെയാണ് ക്ലാസ്സസ് വരുന്നതെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഉള്ള ഹെൽപ്പ് കൂടി നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലൂടെ കിട്ടും. സോ കംപ്ലീറ്റ് മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ മെൻറ്റേഴ്സിനോട് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ AI അസിസ്റ്റഡ് ആയിട്ടുള്ളതും ആക്ച്വൽ എക്സാം പാറ്റേണിനെ അനുസരിച്ചിട്ടുള്ളതും ഒക്കെയാണ്. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.